Welcome to Kaula Celebrity Kitchen Magic. ഇഞ്ചി 1/4 kg ഇഞ്ചി, ഒരു നല്ല തിക്കായിട്ടുള്ള. ചേച്ചി അത്രയൊന്നും വേണ്ട, നമുക്ക് 5 രൂപയ്ക്ക് മതി. ഇഞ്ചി 10 രൂപയോ? ഇതിനോ ചേച്ചി 5 രൂപയ്ക്ക് താ ചേച്ചി, 5 രൂപയ്ക്ക് മതി. പട്ടയും ഗ്രാമ്പും ഒരുപാട് കുറയ്ക്കുന്നു. ഇത് ഇത്രേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് അതിന് എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. 5 രൂപയ്ക്ക് കുരുമുളക്, 30 രൂപയ്ക്ക് ഇത്രയും കുരുമുളക്. ചേടാ ഇതിന് ഏലക്കായ ഇട്ടിട്ടില്ല. ഇതിന് ഏറ്റവും മിനിമം. ഇത് പ്രിയ, താങ്ക് യു. ഒരു കട ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രീ കിട്ടി. താങ്ക് യു. പൈസ എത്രയാ? 30 അല്ലേ? ഓക്കെ, വന്നിട്ട് തരാം. ഓക്കെ. ഇപ്പൊ എന്നെ കൊണ്ട് വല്ലാത്ത മേടാണ്. നീ തുണി വല്ലതും മേടിക്കണേ? ഇത്ര പൈസ 500 രൂപയ്ക്ക്. താങ്ക് യു. ഇനി 1/4 kg ഉരുളക്കിഴങ്ങ് 50 രൂപ. ചേച്ചി ചെറിയ ഉള്ളി ഉണ്ടോ? അയ്യോ ചേച്ചി, 1 കിലോ ഉള്ളി വേണം. സവാള ചേച്ചി നല്ല ഉള്ളി നോക്കി. ഇത് 1/4 kg ഉള്ളി മതി, 1/2 kg വേണ്ട. നമ്മളെ തീർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മേടിക്കുന്നുള്ളൂ. ശരിയാവൂല. 1 kg ആണോ? 35. 35 അതെ, 65. അപ്പോഴേക്ക് കാശ് തീർന്നു. ഇനി ഇങ്ങോട്ടുണ്ടല്ലേ? നീ മാർക്കറ്റിൽ പോവാറുണ്ട്? എനിക്ക് അറിയാൻ വയ്യാണ്ട് ഞാൻ ചോദിക്കാം. അയ്യോ, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് 10 രൂപ തന്നെ വേണം. എനിക്ക് 10 രൂപ തന്നെ വേണം ചേച്ചി. എത്രയെന്ന് പറയും എനിക്ക്. ചേച്ചി എന്റെ 10 രൂപ കണ്ടില്ലേ? മാർക്കറ്റിൽ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവാ. ചേച്ചി 10 രൂപ തന്നെ വേണം ചേച്ചി. കാശില്ല ചേച്ചി. വേറൊന്നും ഇല്ലല്ലോ ഇവിടെ. ശകലം മതി. ഇഞ്ചി 2 തക്കാളി. ഇത് നല്ലതാണോ? പുതിനല്ലുണ്ടോ? 2 എണ്ണം. ഇത് ഫ്രീ അല്ലേ? 75 എടുത്തിട്ട് ബാക്കി 425. 400. എനിക്ക് 400 രൂപ ഇനി ബാക്കിയുണ്ട്. പിന്നെ നീ എന്ത് വിചാരിച്ചേ? എന്തിനാ വെപ്പളപ്പെടുന്ന? എല്ലാം കിട്ടൂ. പിന്നെ 1/2 kg കോൺഫ്ലവർ, പിന്നെ നെയ്യ്, ഒരു 100 പഞ്ചസാര വേണം. തേങ്ങാപ്പാൽ. ചേട്ടാ മുട്ട ഉണ്ടോ? തേങ്ങാപ്പാൽ ഉണ്ടോ? മുട്ട ഒരു 4 മുട്ട. ഫ്രഷ് മിൽക്ക് ഇല്ല, തേങ്ങാപ്പാൽ. ചേട്ടാ ഒരു പപ്പടം, ഒരു പാക്ക് പപ്പടം. ശകലം 50 വറ്റൽമുളകും കൂടെ. ഇതിനൊക്കെ വലിയ വിലയായിരിക്കൂലേ? ചെറിയ പാക്കറ്റ് ഇതാ. ഇതിന് ചെറിയ പാക്കറ്റ് ഇതാ. എടാ 13 രൂപയുള്ളൂ. ഓക്കെ ഫൈൻ. എത്ര ചേട്ടാ ഡിസ്കൗണ്ട് ഇതാ? വറ്റൽമുളക് എടുത്താ ചേട്ടാ ഡിസ്കൗണ്ട് 260. എത്രയായി? 66. അപ്പൊ എനിക്ക് എത്ര ഡിസ്കൗണ്ട് തരും? നെക്സ്റ്റ് ടൈം ഇവിടെ വന്ന് വാങ്ങണം. അതുകൊണ്ട് 200 രൂപ പോലെ ചേട്ടാ. ചേട്ടാ 200 രൂപ ചേട്ടാ. പറഞ്ഞു ചേട്ടാ 200 രൂപ പ്ലീസ്. ഓക്കെ 210, 220. ചേട്ടാ 220 ഉറപ്പ്. ചേട്ടാ 220. സത്യേട്ടാ ഇതിന്റെ കൂടെ ഞാൻ വരുമല്ലോ ചേട്ടാ ഇനി ചിക്കൻ കൂടെ വാങ്ങിക്കണം, എന്നാലും ശരിയാവും. 250 റുപ്പീസ് ഇങ്ങനെയാണ്. അതന്നെ സാമ്പിൾ പാക്കറ്റ് മതി. സാമ്പിൾ പാക്കറ്റ് ഇല്ലേ? ദൈവമേ 150. താങ്ക് യു സോ മച്ച്. ചുമ്മാ അത് വെറുതെ പ്ലീസ്. ഇതാവൂല, എനിക്ക് ചിക്കൻ വാങ്ങാൻ പറ്റില്ല ചേട്ടാ. പ്ലീസ് 10 റുപ്പീസ് കൂടി. അതിന്റെ കൂടെ 10 ഒരു 10 റുപ്പീസ് നോക്ക് ചേട്ടാ. ഇതിനകത്ത് 250 എന്ന് തന്നൂടെ എനിക്ക് തിരിച്ച്? എനിക്ക് ചിക്കൻ വാങ്ങാൻ എത്തൂല കാശ്. ദൈവം നോക്കടി, ഇനി ഇതിനെ കൊണ്ട് എങ്ങനെ ചിക്കൻ വാങ്ങും? ഓക്കെ ഡൺ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ശരി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോ. ഞാന്
ഇവിടുന്ന് ഇത്രയും പൈസക്ക് വാങ്ങിച്ചു. പിന്നെ പച്ചക്കറീൻ്റെ അവിടെ നിന്ന് ഭയങ്കര പൈസയായി. അവിടെ ഏതാണ്ട് ഒരു 70 റുപ്പീസോളായി. ബാക്കി റെസ്റ്റ് ഓഫ് ദ മണി ഇതാ അവിടെ ഉണ്ട്. ഇനി ഇതിനുകൊണ്ട് ഞാൻ എങ്ങനെ ചിക്കൻ വാങ്ങിക്കും? ചിക്കനിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഒരു 1/2 kg ചിക്കൻ വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നേരത്തെ കുളിച്ചു. അങ്ങനെ ഫസ്റ്റ് ടൈം മാർക്കറ്റ് അനുഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. വാ, നിനക്ക് 220 ബാക്കിയുണ്ട്. ഞാൻ നിന്നെപ്പോലെ ഇങ്ങനെ പരന്നാ അവൾക്ക് ഏത് മേടിക്കണം ഞാൻ കറക്റ്റ് സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ ആലോചിക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഞങ്ങളില്ല. മട്ടനല്ലേ? ഇവിടെ ചിക്കൻ ഉണ്ടല്ലോ. മട്ടൻ ട്ടോ. 150 രൂപയ്ക്ക് മട്ടൺ കിട്ടുമോ ചേട്ടാ? എത്ര കിട്ടും? 1/4 കിലോ? അയ്യേ, അവിടെ എല്ലാവർക്കും കൊടുക്കണ്ടേ? ഫ്രീ ആയിട്ട് തരുമോ ചേട്ടാ? ഫ്രീ ആയിട്ട് തരുമോ? 150 രൂപയേ ഉള്ളൂ ചേട്ടാ. ബാക്കി 300 ഗ്രാം തന്നെ എത്ര ഉണ്ടാവും? അല്ല ചേട്ടാ, വെട്ടി വെച്ച് കിട്ടിയില്ല, വാങ്ങിയില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ. എന്റെ ഭഗവാൻ, ഞാൻ പിന്നെ ഒന്നും മിണ്ടട്ടോ. 5 ആയിക്കോളൂ. ഞാൻ നോക്കട്ടെ കേട്ടോ എത്ര ഉണ്ടെന്ന്. ഏതേട്ടാ? 300 ഗ്രാം വളരെ കുറച്ചായിപ്പോയി ചേട്ടാ, വളരെ കുറച്ചായിപ്പോയി. എടാ, ഒരു കറി ഉണ്ടാക്കിയ പോലെ നിനക്ക്. ഓക്കെ, അത് വളരെ കുറച്ചായിപ്പോയില്ലേ ചേട്ടാ? കുറച്ചും കൂടി തരുമോ ചേട്ടാ? ഒരു കഷ്ണം കൂടി ഞങ്ങളെ ഓർത്ത്. ഇത് കറക്റ്റ് 400 എടുത്തു. ഒരു കഷ്ണം കൂടി ആഡ് ചെയ്തു. അത് കുറച്ച് ഇങ്ങനെ കടിക്കുന്ന എല്ലും കൂടെ എടുത്തിട്ടതായില്ലേ ചേട്ടാ? 150 രൂപയുണ്ട് ചേട്ടാ കയ്യിൽ. കടിക്കുന്ന എല്ലും കൂടെ ഇടുന്നില്ല. ഇത്തിരി കൂടി. നല്ല മട്ടൺ പീസാണോ അത്? ചേട്ടാ ഇതിൽ കഷ്ണം ചേട്ടാ, ഇതില് ഒരു മിനിറ്റ് അതൊക്കെ മാറ്റി ഇതിൽ കഷ്ണമില്ല ചേട്ടാ. അയ്യോ, എല്ലൂടെ കിട്ടൂ. എന്നാ വേണ്ട, ഞാൻ ചിക്കൻ സ്റ്റൂവിലേക്ക് കടന്നു. ഒരു 10 രൂപയും കൂടി താ പ്രൊഡ്യൂസറെ. ഒരു 50 രൂപ എല്ലത്രയുള്ള. ഞാൻ ഇവിടുന്ന് ബോയ്ക്കോട്ട് ചെയ്തു കേട്ടോ. ചിക്കൻ ഷോപ്പ് ഇതാ അവിടെ. ദൈവമേ, 150 രൂപയ്ക്ക് ചിക്കൻ കിട്ടണേ. ചേട്ടാ, എനിക്ക് ചിക്കൻ വേണം. എനിക്ക് എൻ്റെ കയ്യിൽ ഇനി ഇത്രയും പൈസ ഉള്ളൂ. ഇത്രയും പൈസയ്ക്ക് നല്ല ചിക്കൻ പീസസ് 150 രൂപയേ ഉള്ളൂ. അതിന് പിന്നെ മട്ടൺ കിട്ടില്ലല്ലോ അല്ലേ? ചിക്കൻ മട്ടൺ മട്ടൻ ചോദിക്കുന്നു. ചിക്കൻ 1 കിലോന് എത്രയാ? ചിക്കൻ 1 കിലോ. ഓക്കെ. ഓ ചേട്ടാ, നല്ല ഫ്രഷ് പീസ് വേണേ ചേട്ടാ. അത് എത്രയുണ്ട്? അത് 1 കിലോ. ഓക്കെ. 1 കിലോ ഇല്ല. എത്രയുണ്ട് അതിന്? 60 പറയരുത് ചേട്ടാ. ഇത് 1 കിലോ ഇല്ലല്ലോ, അപ്പൊ 150 ഉണ്ടാവൂലേ? 1 കിലോ ഇല്ലല്ലോ. മറ്റേത് 180 അല്ലല്ലോ. 60. 5 രൂപയ്ക്ക് വേണ്ടി ചേട്ടാ, ഒരു 5 രൂപ സാക്രിഫൈസ് ചെയ്യോ ചേട്ടാ? 5 രൂപ ചേട്ടാ കണ്ണടിച്ച് നമുക്ക് ഡിസ്കൗണ്ട് തന്നാൽ മതി ചേട്ടാ. ചേട്ടൻ നല്ലതേ വരും. ഞാൻ സക്സസ് കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഇനി എൻ്റെ കയ്യിൽ ഒരു ചില്ലറ പൈസ പോലും ബാക്കിയില്ല. തന്ന പൈസക്ക് മുഴുവനും ഞാൻ വാങ്ങിയിരിക്കുന്നു. താങ്ക് യു ചേട്ടാ. ചേട്ടൻ നോ, ഡോണ്ട് ഡു പ്ലീസ്. ചേട്ടാ, ചേട്ടൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് തന്നു. ചേട്ടൻ്റെ കൈ കൊണ്ട് ഇതേ കണ്ടോ, ഞാൻ വാങ്ങിച്ചു കേട്ടോ. സക്സസ്. ഇവിടെ താങ്ക് യു, ബൈ. ഇന്ന്
ഞങ്ങളുടെ ടാർഗറ്റ് 500 റുപ്പീസ് തന്നിട്ട് ഒരു നേരത്തെ വിഭവം ഉണ്ടാക്കാനാണ്. എന്തായാലും 500 റുപ്പീസ് തന്നതിന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തു. എല്ലാം വാങ്ങി ലാസ്റ്റ് മട്ടൺ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ അടുത്ത് 6 റുപ്പീസ് ബാക്കി ഉണ്ടായിരുന്നു. ആ 6 റുപ്പീസ് കൊണ്ട് ചെറിയ കുറച്ച് ഫ്രൈംസും ഒക്കെ കൂടെ വെച്ച് കംപ്ലീറ്റ് 500 റുപ്പീസ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം അപ്പവും മട്ടൻ കറിയുമാണ്. മട്ടൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ റെഡിയാണ്. ആദ്യം തന്നെ മട്ടൻ എടുത്ത് നല്ലോണം വാഷ് ചെയ്തിട്ട് ഇത്തിരി മഞ്ഞളും ഉപ്പും അതിൽ ഒന്ന് പുരട്ടി വെച്ച് ശകലം വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് നേരം വെക്കാം. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് ആഡ് ചെയ്തിട്ട് ശകലം മസാലസ്, അതായത് പട്ട ഗ്രാമ്പു അങ്ങനെ വരുന്ന ശകലം അതും കൂടി പെരുംജീരകമൊക്കെ കൂടെ ഒന്ന് ചേർത്ത് അരച്ച് കുറച്ച് നേരം അത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച മട്ടൺ ഇപ്പോൾ കുക്കറിലേക്കാക്കി അതിൻ്റെ കൂടെ തന്നെ 2-3 ഉരുളക്കിഴങ്ങും കൂടെ 2 ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഗ്രേവി കുറച്ചുകൂടെ തിക്കൻ ആവാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തത്. ആൻഡ് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുമ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അത് കുറച്ചും കൂടെ കറിക്ക് ടേസ്റ്റ് നൽകുമെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്തിട്ട് എന്തായാലും കുക്കറിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് അവിടെ ഇരുന്നിട്ട് വേവട്ടെ. ഇനി അതിനിടയ്ക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. അതിന് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പകുതി മതി. തേങ്ങാപ്പാൽ ഉണ്ടാക്കാനുള്ള എളുപ്പമാർഗ്ഗം, സാധാരണ പണ്ട് നമ്മൾ തേങ്ങയിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ശരിക്കും പിഴിഞ്ഞിട്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ മാർഗ്ഗം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് മിക്സിയിലേക്ക് തേങ്ങ എടുത്ത് ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ ശകലം വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മിക്സിയിൽ കൃന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരിപ്പ വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ കിട്ടും. പിന്നെ ഞാനൊന്ന് കുറച്ച് ഇളയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇളയ തേങ്ങയാകുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ കൂടുതൽ കിട്ടും. ഉണങ്ങുന്നതനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അംശം കുറയുകയും ചെയ്യും, ആ സമയത്ത് എണ്ണയുടെ അംശം കൂടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കിപ്പോൾ തേങ്ങാപ്പാലുണ്ടാക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരുപാട് തേങ്ങാപ്പാലായി പോകരുത്. കാരണം തേങ്ങാപ്പാൽ ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് ചെറിയൊരു മധുരം വരും. എന്തായാലും തേങ്ങ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും മട്ടൺ അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. മട്ടൺ അവിടെ നിന്ന് വേവട്ടെ. നമുക്ക് ഇതിന് കൂടെ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കാം എന്തായാലും. അപ്പം ശകലം തേങ്ങ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതും 2 ഉള്ളിയും കൂടെ ചേർത്ത് ശകലം ഇഞ്ചിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി ഒരുപാട് വേണ്ട കേട്ടോ, ശകലം മതി. അതിൻ്റെ കൂടെ 2 പച്ചമുളക്, ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ചേർത്ത് ഒരു ചെറിയ ചമ്മന്തി കൂടെ നമുക്ക് ഉണ്ടാക്കാം. ശകലം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ചമ്മന്തിക്കുള്ളതായി. ഇനി ഒന്ന് കടുക് പൊട്ടിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡി. ചമ്മന്തിയിലേക്ക് ശകലം ഉപ്പാതി. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ശകലം വെളിച്ചെണ്ണ ഇട്ടു. വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിച്ചു. അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഇത്തിരി കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പിലയും വറ്റൽമുളക്, കടുക് പൊട്ടി. ഇനി നമുക്ക് ആ ചമ്മന്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഇത് ഇപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വേണമെങ്കിലും ഒഴിക്കാം, അങ്ങോട്ടാണെങ്കിലും ഒഴിക്കാം. അപ്പം ഞാൻ പൊതുവെ ഉണ്ടാക്കുന്നത് അങ്ങോട്ട് ഒഴിച്ചിട്ടാണ് ചമ്മന്തി ഒന്നാക്കി എടുക്കാറുള്ളത്. ചമ്മന്തിയായി നമുക്കത് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിനി അടുത്തത് മട്ടൻ കറി ഉണ്ടാക്കണം. മട്ടൻ ആദ്യമേ ഞാൻ അടുപ്പത്ത് വെച്ച് അവിടെ വെന്തിട്ടുണ്ടാവും മട്ടൻ. കടായി ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് കടുക് ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടണോ, കടുക് പൊട്ടി. അതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിൽ നിന്ന് മട്ടൻ എന്തായാലും വെന്തു. ഇതിൽ നിന്നൊരു 1-2 കഷ്ണം മട്ടൻ നമുക്ക് മാറ്റി വയ്ക്കുക. കുറച്ച് നല്ല വെന്ത മട്ടൻ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. മസാല അപ്പം ഉണ്ടാക്കാം. 2-3 കഷ്ണം മതി, കുറച്ച് ഇറച്ചി ഭാഗമുള്ള കഷ്ണം. ഇത്രയും മാറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളി ശരിക്കും ആയിട്ടില്ലെങ്കിലും ഉള്ളിയും മധുരിക്കും. അതുകൊണ്ട് നല്ലോണം ഉള്ളി വഴറ്റിയെടുക്കണം. ഉള്ളിയായി. ഉള്ളിയിലേക്ക് നമുക്ക്
കറിവേപ്പില മുറിച്ചിടാം. കറിവേപ്പിലയും വറ്റൽമുളകും. വറ്റൽമുളക് ഒന്ന് ചൂടായ ശേഷം കുറച്ചെടുത്തിട്ടേ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഇനി ഇത്തിരി മുളക്, മല്ലി, മീറ്റ് മസാല ഇത്രയും കൂടെ ഒന്ന് ഈ ഉള്ളിയുടെ കൂടെ വഴറ്റിയെടുക്കും. ശകലം ഉപ്പും കൂടി ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ ഇറച്ചിയിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടിയിട്ട് ശകലം ഉപ്പിട്ടാൽ മതി. ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ആഡ് ചെയ്യാം. മട്ടൻ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഉരുളക്കിഴങ്ങ് നല്ലോണം ശരിക്കും വെന്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കുകയാണെങ്കിൽ ഗ്രേവി കുറച്ചും കൂടെ തിക്കണ്ടാവുകയും ചെയ്യും, ടേസ്റ്റി ആവുകയും ചെയ്യും. ഇത്തിരി വറ്റൽമുളകാണത്. ഈ വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറി ഏകദേശമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശകലം തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. നല്ല എരിവുണ്ട്. കറി നല്ല ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. കുറച്ച് മസാല എന്തായാലും പൊടിച്ചിടണം. അപ്പോൾ അതിലേക്ക് പട്ട ആഡ് ചെയ്യുന്നുണ്ട്, ഏലക്കായ, പെരുംജീരകം, കറിയാമ്പൂവ്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ശകലം ഇതിലേക്ക് ആഡ് ചെയ്യാം. കൂടി പോകണ്ട, മസാലയുടെ ചൊവ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ മസാല ആഡ് ചെയ്യാം. എന്തായാലും ഇനി സമയം കുറച്ചും കൂടെ മിച്ചമുണ്ട്. എൻ്റെ മട്ടൻ കറി എന്തായാലും റെഡിയായി, ചമ്മന്തി റെഡിയായി, ശകലം ഉരുളക്കിഴങ്ങുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു വെജിറ്റേറിയൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കറി കൂടി ഉണ്ടാക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടി ഇട്ടൊന്ന് വേവിക്കാം. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവും. അവിടെ ഇരുന്ന് വെന്തോട്ടെ, ആ നേരം കൊണ്ട് നമുക്ക് ഇവിടെ അപ്പം ഉണ്ടാക്കാമല്ലോ. എന്തായാലും കറി റെഡിയായി. ഏറ്റവും അവസാനം നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയില, പുതിന ഇല. ഞാൻ മറന്നിരിക്കുകയായിരുന്നു എൻ്റെ കാര്യം. നമ്മുടെ കറി ഏതാണ്ട് റെഡിയായി. ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. പച്ചമുളക് ഒരുപാട് ചൂടാക്കണ്ട, ആ ഒരു പച്ച ചുവ ഉണ്ടാകുന്നൊരു പ്രത്യേക രുചിയാണ്. നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ പ്ലസ് ഉരുളക്കിഴങ്ങ്, അതിലേക്ക് നമ്മൾ മസാല ആഡ് ചെയ്തു. ശകലം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അതിലുണ്ടായിരുന്നു. ഇതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്യാം. അപ്പത്തിൻ്റെ മേലെ വെച്ചിട്ട് മറിച്ച് ചുട്ടെടുക്കും. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇതെല്ലാം ഉണ്ടാക്കി ചായയും കൂടെ ഉണ്ടാക്കണ്ടേ. നമുക്ക് പാല് അതിന് തെളിച്ചോട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. എന്തായാലും അപ്പം മാവ് ഞാൻ നേരത്തെ കലക്കി വെച്ചിരുന്നു. അത് നല്ലോണം മാവ് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല സ്വാദിഷ്ടമായ അപ്പം ഉണ്ടാക്കാം. അത് ഞാനിപ്പം അപ്പം ഉണ്ടാക്കുന്നത് ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് രീതിയിലാണ്. വെറുതെ മാവ് വെച്ച് മാത്രമല്ല, മുട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട്, മസാല അപ്പം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഓർഡിനറി അപ്പം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മുട്ട തന്നെ മറിച്ചിട്ടിട്ട് 2 വശം വേവത്തക്ക വിധത്തിൽ അങ്ങനെ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാധാരണ ഒരു അപ്പം ഉണ്ടാക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം അവിടെ നിന്നാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് യോൻ്റെ അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു വീട്ടമ്മയുടെ പാടേ. അപ്പം റെഡി ആയിട്ടുണ്ട്. വാവ്. ഇനി അടുത്ത സ്റ്റൈൽ.
കുറച്ചും കൂടെ ഒന്ന് മൊത്തത്തിലാക്കിയെടുക്കണതാണ് നല്ലത്. കാരണം നടുക്ക് നമ്മൾ മുട്ട ഒഴിക്കാൻ പോവാണ്. അപ്പം ഉണ്ണി ഉടയാതെ എടുക്കണം. അതും ഒന്ന് ചുറ്റിക്കാം, ആ മുട്ടയുടെ ഒരു അംശം എല്ലായിടത്തും വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ശകലം ഉപ്പൊന്ന് തൂവി കൊടുക്കാം ഈ മുട്ടയിലേക്ക് മാത്രം. അതായത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൂവി. ഇനി അടച്ചു വെച്ചിട്ട് മുട്ടയുടെ ഉണ്ണി വേവരുത്, ആ വൈറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന പാൻ ചൂടായി, അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ അതാ നമ്മുടെ മുട്ട ആയിട്ടുണ്ട്, അപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇനി ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട ഇതിൻ്റെ ഉണ്ണി ഉടച്ചെടുക്കണം. ഇതിലും ശകലം ഉപ്പ്. ഇതൊന്നും കൂടെ ഒന്ന് റൗണ്ട് ചെയ്താൽ എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ട് വരും. ഇല്ലെങ്കിൽ നടുക്ക് മാത്രം ഒരുപാട് ഇതായിപ്പോൾ അടച്ചു വയ്ക്കും. ഇത് നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശകലം മുളക് പൊടി ഇടാം, മല്ലിപ്പൊടി, ഇറച്ചി മസാല. അപ്പം തന്നെ എണ്ണയിൽ നല്ല ചൂടുണ്ട്. ആ ചൂടിൽ തന്നെ ഈ മുളക് പൊടിയൊക്കെ വെന്തോളും. ഇല്ലെങ്കിൽ അത് മൊത്തം കരിഞ്ഞു പോകും. ഈ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് കറി എന്ന് പറയുന്നത് എളുപ്പപ്പണി തന്നെയാണ്. പെട്ടെന്നൊക്കെ ഒരു കറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലാണെങ്കിലും ചെയ്യാറുള്ളൊരു പണിയാണ്. ശകലം ഒന്ന് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാം. ഉപ്പ് ആഡ് ചെയ്യണം. മുട്ട ഒരു വശം വെന്തു. ഇത് മറിച്ചിടാം. അപ്പം ഉരുളക്കിഴങ്ങ് കറി റെഡി. അതൊരു പാത്രത്തിലെടുത്ത് വയ്ക്കാം നമുക്ക്. ഓക്കെ, ഇനി മസാല അപ്പം ഉണ്ടാക്കാം. മസാല അപ്പം മറിച്ചിടാം. അടച്ച് വെച്ചിട്ടാണ് എന്നെങ്കിൽ പോലും അടിഭാഗം ഒന്നും കൂടെ ഒന്ന് വേവണം. എല്ലാം ഒരു നോൺ വെജ് അപ്പമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരെണ്ണം വെജിറ്റബിളും കൂടെ ഉണ്ടാക്കാം നമുക്ക്. അപ്പം നമ്മുടെ മസാല അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അപ്പമാവ് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത് തിരിച്ച് മറിച്ചിടുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ, ഈ അപ്പത്തിൻ്റെ കൂടെ തന്നെ പോരാൻ വേണ്ടി. ഇനി അടച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിടാം. നമുക്ക് അപ്പം ഉണ്ടാക്കി, കറികളുണ്ടാക്കി. ഇനി ഒരു സാധനം ബാക്കിയുണ്ട്. ഇതെല്ലാം കഴിച്ചാലും അവസാനം ഒരു ചായ കുടിച്ചാലല്ലേ തൃപ്തിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ കൂടെ ഉണ്ടാക്കാം. പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശകലം വെള്ളം ഒഴിച്ചു. പാല് തിളച്ചു. ചായപ്പൊടി, പഞ്ചസാര ആഡ് ചെയ്യും. അതിലെ ഒരു 500 രൂപയായിട്ട് ഷോപ്പിങ്ങിന് പോയി അല്ലേ? അതെ. എന്തൊക്കെയായിരുന്നു പ്ലാൻസ്? പെട്ടെന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് എന്തെങ്കിലും നല്ല. അതെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അപ്പവും ഇറച്ചിക്കറിയും എല്ലാവർക്കും വീട്ടിലൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മട്ടൻ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ മട്ടൻ തികയോ എന്നൊരു സംശയമുണ്ടായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു 1/2 kg മട്ടൻ വാങ്ങിക്കുമ്പോൾ ഒരു 250 രൂപയ്ക്കകത്ത് നിൽക്കുമല്ലോ എന്നോർത്ത്. അപ്പോൾ ആദ്യം തന്നെ അപ്പത്തിന് മാവ് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു.
മുളക്, അപ്പത്തിന്റെ മാവ് വാങ്ങി. പിന്നെ അപ്പത്തിന്റെ മാവ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിനാവശ്യമുള്ള അതൊക്കെ ഒരു 200 റുപ്പീസ് അവിടെയായി. പിന്നെ അവിടെ അവിടെ പോയപ്പോൾ ഒരു 50 രൂപ, 75 രൂപയായി. അങ്ങനെ പിന്നെ ബാക്കി മട്ടൻ വാങ്ങി. 1/2 കിലോ മട്ടന് തികഞ്ഞില്ല, എന്നിട്ട് 400 ഗ്രാം മട്ടനാണ് വാങ്ങിച്ചത്. 500 കംപ്ലീറ്റ് തീർത്തു. ഓക്കെ, വെരി ഗുഡ്. ബാക്കി ഒരു 6 റുപ്പീസ് ഉണ്ടായിരുന്നു, അതിന് കുറച്ച് ഫ്രൈസ്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെ, ചായ ഉൾപ്പെടെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. ചായ ഉൾപ്പെടെ. അപ്പോൾ ഒരു കുടുംബിനി എങ്ങനെയാണ് ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നത് കാണിച്ചു. എന്തായാലും നന്നായിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാർജറ്റ് ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് കറി, അതേപോലെ വെജിറ്റബിൾ കറി ഉണ്ട്, മട്ടൻ കറി ഉണ്ട്, ആൻഡ് പ്ലസ് ചമ്മന്തി ഉണ്ട്, പിന്നെ 2 ഗ്ലാസ് ചായയും. ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഐറ്റം കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ബാക്കി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിൻ്റെ അഭിപ്രായം അറിയാം. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമോ. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടിയത് ചിക്കൻ സ്റ്റൂ. 1 kg ഓളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കറി ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് പുട്ടിലേക്ക് കടക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിനകത്ത് പെപ്പറും സോൾട്ടും നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം ഇരിക്കട്ടെ അവിടെ. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കാണാം. സവോള ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പൊട്ടറ്റോ ഒരു 2 എണ്ണം, ചെറുത് 2 എണ്ണം, കുറച്ച് ക്യാപ്സിക്കം, സ്പൈസസ് ഉണ്ട്, അതിനകത്ത് കറിവേപ്പിലയുണ്ട്, മല്ലിയിലയുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട്. ഇത്രയും സാധനങ്ങൾ. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ടി എനിക്ക് മാർക്കറ്റിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഫ്രഷ് തേങ്ങാപ്പാൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് അതിനോട് പാലുണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ പത്തിരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് കട്ടി ഇല്ലാതെ നല്ല സോഫ്റ്റ് പുട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയുമാണ്. 500 രൂപ കൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഇത് ഉണ്ടാക്കാമെന്നാണ്. എണ്ണ കാഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, അത് 2 നന്നായിട്ട് വഴട്ടുക. ഈ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുന്നൊരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓണിയൻസ് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇത്തിരി ഉപ്പിടുക. ഉള്ളി വഴണ്ട് വരുമ്പോഴേക്കും ഇത്തിരി തേങ്ങാപ്പാൽ, ഇതിലേക്ക് ചിക്കൻ വെച്ചല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാം. ഈ തേങ്ങാപ്പാലിൽ വേണം നമ്മുടെ ചിക്കൻ വെന്തെടുക്കാൻ. തേങ്ങയുടെ ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ കണ്ടല്ലോ. അത് നമുക്ക് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രം അത് ആഡ് ചെയ്യണം. തന്നെ കാണാൻ നല്ല വൈറ്റ് ആയിട്ടുണ്ടല്ലേ. അടച്ചു വെച്ചു. നമുക്ക് തേങ്ങാപ്പാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ പൗഡർ ചൂടുവെള്ളത്തിലിട്ടിട്ട് തേങ്ങാപ്പാൽ പോലെ ആക്കിയെടുക്കാം.
തേങ്ങാപ്പാലിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇത് പലരും തെറ്റിദ്ധരിക്കാനിടയിലുള്ളൊരു സാധനമാണ്. തേങ്ങാപ്പാൽ പാലാണെന്നും വിചാരിച്ച് എടുത്ത് കുടിച്ച് കളയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയായി കഴിഞ്ഞു. ആനന്ദം ആനന്ദം പാടും മനമാസൂഞ്ചലിലാടും ആയിരം ആയിരം കാലം இந்த ஞாபகம் പൂമഴ തൂവും കാറ്റിനിൽ സാര പോലെ പാടുവേ പൂക്കളി. ഒന്നുമില്ല, ഞാൻ എൻ്റെ പണ്ടത്തെ ഓർമ്മ അയവിറക്കിയതാട്ടോ ഇതിനിടയിൽ. അങ്ങനെ ഞാൻ നമ്മുടെ ഇളയ ദളപതി വിജയൻ്റെ ഹീറോയിനായിട്ട് ചെയ്ത പടമാണ്. വിജയൻ്റെ ഫസ്റ്റ് ബ്രേക്ക് കൊടുത്ത മൂവിയാണ്. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ്, അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണ്. നമ്മുടെ സുകുമാരി അമ്മയുടെ കൂടെയാണ് എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ തമിഴ് പടം ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള പല 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 വിശേഷങ്ങളും ആ പടത്തിനുണ്ട്. അങ്ങനെ ഒരുപാട് തമിഴ് പടങ്ങൾ. ഞാൻ നിങ്ങളെ ഇങ്ങനെ അധികം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഏതായാലും നമ്മുടെ ചിക്കൻ ഒന്ന് റെഡി ആവട്ടെ. പൊട്ടുപൊടി കുഴയ്ക്കുന്ന വിധം അഞ്ചു സ്പെഷ്യലാണ്. ഇതിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് ഞാനൊരു പരീക്ഷണം എന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മണ്ടയിലോട്ട് വയ്ക്കാം. എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, ഒരു പരീക്ഷണം മാത്രമാണ്. ഇനി ഇതിനെ കവർ ചെയ്യാൻ അടുത്തൊരു ചിരട്ടിയുമായി ഞാൻ പെട്ടെന്ന് എത്താം. ഇനി നമുക്ക് സാധാരണ പോലെ പുട്ടുണ്ടാക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും തേങ്ങ ഫില്ല് ചെയ്യും. പുട്ട് ആവുന്നതിൻ്റെ മണമൊക്കെ വരുന്നുണ്ടോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ വെക്കാം. ട്രഡീഷണൽ ചിരട്ടപ്പുട്ട്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ പുട്ട്. രണ്ടും എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇത് ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ചിരട്ടയിൽ പുട്ടുണ്ടാക്കുന്നത്. നമ്മുടെ കറി എന്തായിന്ന് അറിയണ്ടേ? അയ്യോ, രണ്ടെണ്ണത്തിലും ഇതായി കാണും മിക്കവാറും അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റൂ എന്തായിന്ന് നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഈ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് പീസില്ലേ, അതിനെ ഒന്ന് സ്മാഷ് ചെയ്തിടണം. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. നന്നായി തിളക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില തൂവാം. ഒരു 3/4 kg ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനൊരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം, പിന്നെ പച്ചമുളക്, പിന്നെ സ്പൈസസ്, പട്ട, ഗ്രാമ്പ് ഏതൊക്കെയാണോ സ്പൈസസ് ഇഷ്ടം. ഞാൻ പെപ്പർ നല്ലോണം ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് നമുക്ക് പതുക്കെ ഒന്ന് കുക്ക് ചെയ്ത് വന്നതിന് ശേഷം ഈ ചിക്കൻ സ്റ്റൂ ബ്രെഡിൻ്റെ കൂടെയൊക്കെ എന്തോ സ്വാദാണെന്നറിയോ? ഭയങ്കര ടേസ്റ്റാണ് ബ്രെഡും ചിക്കൻ സ്റ്റൂ. ഈ ക്യാപ്സിക്കത്തിൻ്റെ കണ്ട ഗ്രീൻ കളറായിട്ട് തന്നെ കിടക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് വെച്ച് നോക്കുന്നത്. അതിൻ്റെ കളർ മാറാൻ പാടില്ല ക്യാപ്സിക്കത്തിൻ്റെ. വേറെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇങ്ങനെ 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 കൊതിപ്പിക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച പാല് ഒഴിക്കും. ഇതിലേക്ക് ഇനി ഇത്തിരി സൂത്രപ്പണിയൊക്കെ ഉണ്ട് കേട്ടോ. സെർവിങ് ഡിഷിലേക്ക് മാറ്റുമ്പോൾ ഡിഷിലോട്ട് മാറ്റാം.
ചേച്ചി അഞ്ചു വളരെ ഹാപ്പി ആണല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര കോൺഫിഡന്റ്, ഭയങ്കര ഒന്നൊന്നര സർപ്രൈസ് തന്നതുകൊണ്ട് പിന്നെ ഭയങ്കര എന്താ പറയുക, ഞാൻ വിചാരിച്ച ചേച്ചി ഇവിടുന്ന് ഒരു ഡിഷ് തന്നിട്ട് ഇന്ന ഡിഷ് എല്ലാവരും കൂടെ ഒരുപോലെ ഉണ്ടാക്കണമെന്ന് അവൻ പറയാന്ന്. അങ്ങനെയൊക്കെ പ്രതീക്ഷ വന്നപ്പോഴത്തേക്ക് ഒരു വലിയ അടി കിട്ടി. ഒരു 500 രൂപയ്ക്ക് ഞാൻ എന്തുണ്ടാക്കുന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. അപ്പൊ അവസരം 500 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങി? ഞാൻ വാങ്ങിച്ചത്, ഞാൻ പുട്ടുപൊടി വാങ്ങിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പുട്ടും സ്റ്റൂവും ഉണ്ടാക്കാം. ഞങ്ങൾ അവിടെയൊക്കെ പുട്ടും സ്റ്റൂവും ആണ് കോമ്പിനേഷൻ. നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിഷും കൂടിയാണ് എനിക്ക് പുട്ട്. അപ്പോൾ അങ്ങനെ പുട്ടും മട്ടൺ സ്റ്റൂ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തികഞ്ഞില്ല. ഞാൻ വലിയൊരു ഇത് ചെയ്തത്. പക്ഷെ ആദ്യം എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടാണ് കാരണം രണ്ടുപേരും ഒരുമിച്ച്. പക്ഷെ അനിൽ ആ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം മട്ടൺ വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് ബാക്കി. പക്ഷെ എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ചിക്കൻ ആണെങ്കിലും മതി. കാരണം നമുക്ക് എന്തായാലും ഒരു നോൺ വെജ് സ്റ്റഫ്, ഒരു സ്റ്റൂ ഐറ്റംസ് ഉണ്ടായാൽ മതി. പക്ഷെ കുറച്ചുകൂടെയൊക്കെ പ്ലാനിങ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ അല്ലേ വിപുലീകരിക്കാമായിരുന്നു. എന്നാലും 500 രൂപയ്ക്ക് എനിക്ക് അത്ഭുതം തോന്നുക. ഒരു ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പുട്ടും ചിക്കൻ. എന്റെ പൊന്നെ, സാധാരണക്കാരുടെ 500 രൂപ പോലും ഉണ്ടാവില്ല ഒരു ദിവസത്തേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ. എന്നാലും ഒരു 2 പേർക്കുള്ള 500 രൂപയ്ക്ക് 4 സാധനം ഉണ്ടാക്കണം. 500 രൂപ ഒരു സദ്യ ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ട്. 500 രൂപ ചെറിയ ചെറിയ കുറച്ച് മതിയല്ലോ 4 പേർക്ക്. അതൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ വാങ്ങിച്ച് പൈസ കളഞ്ഞു എന്ന് പറയും. ഓക്കെ, അതാ കണ്ടില്ലേ, ട്രഡീഷണൽ ചിരട്ടപ്പുട്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ പുട്ടുണ്ട്. അപ്പോൾ പുട്ട് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചിക്കൻ സ്റ്റൂ അതും റെഡിയായി കഴിഞ്ഞു. ഇപ്രാവശ്യം ഗാർണിഷിങ് സംഭവം വളരെ ദാരിദ്ര്യാവസ്ഥയിലാണ്. കാരണം 500 രൂപ തന്നിട്ട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഗാർണിഷിങ്ങിന് ഞാൻ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിനകത്തിട്ടിരിക്കുന്ന ക്യാപ്സിക്കത്തിൻ്റെ അകത്തു നിന്നാണ് കട്ട് ചെയ്തിട്ട് ഇത്രയും വരെ ഇത്രയെങ്കിലും ഗാർണിഷ് ചെയ്യാൻ പറ്റിയത്.